നമസ്കാരം. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പോഷണമാണ് ഫൈബർ അഥവാ നാരുകൾ. ഫൈബർ കഴിക്കുന്നത് മലബന്ധം മാറ്റാൻ മാത്രമല്ല, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും പ്രമേഹം നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. ഫൈബർ എന്താണെന്നും എന്തിൽ നിന്നാണ് ഇത് ലഭിക്കുന്നതെന്നും ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. എന്താണ് ഫൈബർ? സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം കാർബോഹൈഡ്രേറ്റ് ആണ് ഫൈബർ. നമ്മുടെ ശരീരം ഇതിനെ ദഹിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് കുടലിലൂടെ കടന്നുപോയി മലത്തിലൂടെ പുറത്തു പോകുന്നു. ലയിക്കുന്ന നാരുകളെന്നും ലയിക്കാത്ത നാരുകളെന്നും ഫൈബർ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ലയിക്കുന്ന നാരുകൾ വെള്ളത്തിൽ ലയിച്ച് ജെൽ പോലെയാകുന്നു. ഇത് ദഹനം മന്ദഗതിയിലാക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിന്റെയും അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഓട്സ്, പയറുവർഗ്ഗങ്ങൾ, ആപ്പിൾ, സിട്രസ് പഴങ്ങൾ എന്നിവയിൽ ഇവ ധാരാളമുണ്ട്. ലയിക്കാത്ത നാരുകൾ വെള്ളത്തിൽ ലയിക്കില്ല. ഇത് മലത്തിന് വലിപ്പം കൂട്ടുകയും ദഹന വ്യവസ്ഥയിലൂടെ വേഗത്തിൽ കടന്നു പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുവഴി മലബന്ധം തടയാൻ സഹായിക്കും. ധാന്യങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ് എന്നിവയിൽ ഇവ ധാരാളമായിട്ടുണ്ട്. ഫൈബറിന്റെ ആരോഗ്യ ഗുണങ്ങൾ നോക്കാം. ഫൈബർ മലബന്ധം തടയാനും ദഹന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു. പതിവായി ഫൈബർ കഴിക്കുന്നത് വയറ്റിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കും. ലയിക്കുന്ന നാരുകൾ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു. ആരോഗ്യകരമായ ഹൃദയത്തിന് ഫൈബർ അത്യാവശ്യമാണ്. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയുന്നു. ഇത് പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കും. ഒപ്പം ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വേഗം വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കും. ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുന്നു. കുറഞ്ഞ കലോറിയിൽ കൂടുതൽ സംതൃപ്തി നൽകുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്. ചിലതരം ഫൈബറുകൾ കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണമാകുന്നു. ഇത് ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കുന്നു. ആപ്പിൾ, പേരയ്ക്ക, ഓറഞ്ച്, വാഴപ്പഴം, ബെറികൾ, പപ്പായ പോലുള്ള പഴങ്ങളിൽ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഓട്സ്, തവിട് കളയാത്ത അരി, ഗോതമ്പ് എന്നിവയിലും ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ബദാം, വാൾനട്ട്, ചിയാ സീഡ്, ഫ്ലാക്സീഡ് എന്നിവ കഴിക്കുന്നതും ഫൈബർ ലഭിക്കാൻ നല്ലതാണ്. മുതിർന്ന പുരുഷന്മാർക്ക് ഏകദേശം 30 മുതൽ 38 ഗ്രാം വരെ ഫൈബറും സ്ത്രീകൾക്ക് ഏകദേശം 21 ഗ്രാം മുതൽ 25 ഗ്രാം വരെ ഫൈബറും ദിവസവും ആവശ്യമാണ്. ഒരുപാട് ഫൈബർ കഴിക്കുന്നത് വയറുവേദനയ്ക്ക് കാരണമായേക്കാം. പഴങ്ങളും പച്ചക്കറികളും കഴുകി വൃത്തിയാക്കി തൊലിയോടുകൂടി കഴിക്കുമ്പോൾ കൂടുതൽ ഫൈബർ ലഭിക്കും. ഫൈബർ കഴിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ദഹനത്തിന് നല്ലതാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.